ഹായ് ഓൾ ആമിഗോസ് ഓൺ സ്ക്രീൻ ദിസ് ഈസ് വിക്കി. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തതെന്ന് ആലോചിക്കുകയാണ്. കുറച്ച് ദിവസമായി ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം ആ ഒരു പരിപാടി ചെയ്താലോ. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായില്ലേ ഓഫീസിൽ പോണ വഴിയൊക്കെ ഒന്ന് കാണിക്കാമെന്നൊക്കെ. അപ്പോൾ അതിന് പറ്റിയ ദിവസമാണെന്ന് തോന്നുന്നു. കാര്യം ആകാശമൊക്കെ ഏകദേശം തെളിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. ഇന്ന് വലിയ മഴയുടെ ഒന്നും പ്രതീക്ഷയാണ്. മഴ ഉണ്ടാവണം, കാര്യം അങ്ങനെ മൂടിക്കെട്ടി നിൽക്കണ്ടെങ്കിലും ഒരു വെളിച്ചമൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഒരു വെയിൽ വന്നേക്കാം, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്നെന്തായാലും പോണ വഴിയും പിന്നെ ഓഫീസിലൊക്കെ പരിപാടി എന്തൊക്കെയാണ്, അവിടെ ചെന്നിട്ടുള്ള പരിപാടികൾ എന്തൊക്കെയാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കാണാം. ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഈ പുറകിലിരിക്കണ സാധനം കണ്ടോ, 11 അവൻ്റെ ഒപ്പമാണ് ഞാൻ പോണത്. അവൻ എന്ന് പറയുമ്പോൾ സൈക്കിളാണ് കേട്ടോ. ഞാൻ ബൈക്ക് ഉണ്ടെങ്കിലും സൈക്കിളിലാണ് ഡെയിലി പോവാറ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും സൈക്കിളിന് പോണത് ചിലപ്പോൾ പെട്രോൾ ലാഭിക്കാനായിരിക്കും എന്നായിരിക്കും. പക്ഷെ അതങ്ങനെയല്ല സംഭവം. എനിക്ക് സൈക്കിൾ ഭയങ്കര ഇഷ്ടമാണ്. ഇവനിപ്പോൾ എൻ്റെ ഒപ്പം വന്നിട്ട് ഏകദേശം ഒരു 3-4 വർഷമായി കാണും. അപ്പോൾ അതിന് മുന്നേ എനിക്ക് വേറൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. ഞാൻ അതിനായിരുന്നു നേരത്തെ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവനെ മേടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മൊത്തം യാത്ര ഇവൻ്റെ ഒപ്പമാണ്. അല്ല അത്യാവശ്യമൊക്കെ വരുമ്പോൾ മാത്രം ബൈക്ക് എടുക്കും, അല്ലാണ്ട് മിക്കപ്പോഴും ഇവൻ്റെ ഒപ്പമാണ് ഞാൻ പോവാറ്. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് പോകാനുള്ള പരിപാടികൾ നോക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു മെയിൻ റോഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ഒരു അമ്പലം ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ മെയിൻ ലാൻഡ്മാർക്കാണ്, എൻ്റെ സ്ഥലത്തിൻ്റെ മെയിൻ ലാൻഡ്മാർക്കാണ് ഈ അമ്പലം പിഷാരി കോവിൽ എന്നാണ് അമ്പലത്തിൻ്റെ പേര്. ആ അമ്പലമാണ് ശരിക്കും ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞത്. ഞാനിപ്പോൾ ഞങ്ങൾ ഷാരിമ്പലം എന്നാണ് പറയാറ്. ശരിക്കും പിഷാരി കോവിൽ ക്ഷേത്രം എന്നാണ്. ഞാൻ ഷാരിമ്പലം എന്ന് പറയുമ്പോഴത്തേക്കും പക്ഷേ മിക്കവരും അത് പുറത്തുനിന്ന് കേൾക്കണവരെല്ലാവരും പറയണത് പിഷാരടി കോവിൽ. അത് മിക്കവരും തെറ്റിയാണ് പറയാറ്. സൈക്കിൾ ഔട്ടുണ്ട് കറക്കണം അങ്ങനെ തെറ്റിച്ച് പറയാറുണ്ട്. അപ്പോൾ എൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിഷാരടി അല്ല, പിഷാരി കോവിൽ എന്നാണെന്ന് തിരുത്തി കൊടുക്കലാണ്. അതിപ്പോൾ എനിക്ക് മാത്രമല്ല കേട്ടോ, ഈ നാട്ടിലുള്ള മിക്കവർക്കും കിട്ടുന്ന പണിയാണ്. അത് വേറെ ആരും ചോദിക്കുന്നത് പിഷാരടി കോവിൽ അങ്ങനത്തെ പേരേ പറയുള്ളൂ. പിന്നെ അതാണ് ഞങ്ങളുടെ മെയിൻ ലാൻഡ്മാർക്ക്. അത് അവിടെ നിന്ന് നേരെ ഉള്ളൊരു റോഡുണ്ട്. ആ റോഡ് ഒരു ജംഗ്ഷനാണ് മെയിൻ. തൃപ്പൂണിത്തുറയെ കണക്ട് ചെയ്യണ വഴിയാണ്. അത് ഷാരിപ്പടി എന്ന് പറഞ്ഞിട്ടാണ് ആ ജംഗ്ഷൻ അറിയപ്പെടുന്നത്. അത് പിഷാരി കോവിലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ അത് ഷാരിപ്പടി ഇത് ഷാരിയമ്പലം അങ്ങനെയൊക്കെ ഞങ്ങൾ പറയാറ്. ഇപ്പം ഞാൻ വേറെ മെയിൻ റോഡിൽ കയറിയിട്ടുണ്ട്. അതായത് കണിയാമ്പുഴ റോഡെന്ന് പറയും. അത് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് നമുക്ക് വൈറ്റിലേന്ന് വരുമ്പോഴത്തേക്കും പാലാരിവട്ടത്തേക്കും അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിലേക്ക് കണക്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. നിറയെ വണ്ടികളാണ്, അതുകൊണ്ട് എല്ലാം നോക്കിക്കൊണ്ടും വേണം വ്ളോഗ് എടുക്കാനെന്ന് തോന്നുന്നത്. എല്ലാവരും ഹോൺ അടിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഞാനിപ്പോൾ ആ മെയിൻ റോഡിൽ കയറി. ഇതാണ് ആ മെയിൻ റോഡ്. അപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് എനിക്ക് തൊട്ടടുത്ത ഓഫീസ്. ഇവഴി പോയി കഴിഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ ഉള്ളൂ ഓഫീസിലേക്ക്. ഞാൻ ഡെയിലി സൈക്കിളിൽ ഇങ്ങനെ പോകണം. വല്ല എന്താ പറയുക, കൂടുതൽ ലഗേജൊക്കെ ആവശ്യം വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഓഫീസിലേക്ക് എന്തെങ്കിലും കൂടുതൽ ഫയലോ അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും ഫയൽ കൊണ്ടുവരാനുള്ള ദിവസമൊക്കെ ആയിരിക്കും ഞാൻ ബൈക്ക് എടുക്കാറുള്ളത്. പിന്നെ എവിടെയെങ്കിലും ലോങ്ങൊക്കെ എവിടെയെങ്കിലും പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബൈക്ക് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സൈക്കിളിലായിരിക്കും മിക്കപ്പോഴും പോകണം. നല്ല കഥപ്പുണ്ട്. ഇനിയിപ്പോൾ ഒരു പാലം കയറ്റാനുണ്ട്, ചവിട്ടി കയറ്റാനുണ്ട്. ഇവിടെ കണിയാമ്പുഴ പാലം അതിപ്പോൾ നിറച്ച് വണ്ടികളുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് കണിയാമ്പുഴ പാലം. ഈ പാലം ഇനി ഡെയിലി ചവിട്ടി കയറ്റാനുള്ളതാണ്. പക്ഷെ ഇന്നിപ്പോൾ ഒറ്റക്കൈയിൽ ഇങ്ങനെ പോകണോണ്ടായിരിക്കാം കൂടുതൽ സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കറക്കുന്നുണ്ട്. ഗിയർ സൈക്കിളാണ്, പക്ഷേ ഇപ്പോൾ ഗിയർ മാറാനായിട്ട് എൻ്റെ കൈ ഫ്രീ അല്ലല്ലോ. കുഴപ്പമില്ല, എൻ്റെ കാൽ പവർഫുള്ളായതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പവർഫുള്ളാണ്. പിന്നെ കയറ്റം ചവിട്ടി കയറ്റി ഇറങ്ങുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ഹബ്ബിലേക്കുള്ള വഴി. ഞാനിന്ന് കേരളത്തിൻ്റെ ഓഡിഷന് ഒരു ഹോട്ടലിൽ വന്നെന്ന് പറഞ്ഞില്ല, മെർമെയ്ഡ്. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് പറഞ്ഞില്ല ഞാൻ ഓഫീസിൽ പോകണത് ഈ വഴിയാന്നൊക്കെ. ആ വഴിയാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിവിടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഹോട്ടൽ. ഞാൻ ഇപ്പോൾ അതിൻ്റെ മുകളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോട്ടലിൻ്റെ മുകളിൽ കൂടിയുള്ള വഴി കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കയറി ഇറങ്ങി കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ വൈറ്റ്ല ഹബ്ബ്. കാണിച്ചു തരാം. ഓൾമോസ്റ്റ് വൈറ്റ്ല ഹബ്ബിൻ്റെ അടുത്ത് എത്താറായി. ഇപ്പോൾ വൈറ്റ്ല ഹബ്ബിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇതാണ് വൈറ്റ്ല ഹബ്ബിലേക്കുള്ള എൻട്രൻസ്. ഹബ്ബ് ഞാനിതിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് പാസ് ചെയ്യണത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല ട്രാഫിക്കുള്ള സമയമാണ്. അപ്പം ഞാനിവിടെ കിടന്ന് തെയ്യം കാണിച്ചിരുന്ന നാട്ടുകാരെ മൊത്തം കയറും. ഞാനിപ്പോൾ ഓഫീസിൽ എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ നോക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഓഫീസിലെത്തി. കണ്ടോ ബൈക്ക് കണ്ടോ, നമ്മുടെ ഓട്ടോ വർക്കിൻ്റെ മെയിൻ സാധനം. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ വരുമ്പോൾ ഉള്ള ഫസ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ ഇരിക്കണം, ബില്ല് കളക്ട് ചെയ്യുക. ബില്ല് കളക്ട് ചെയ്തിട്ട് മുകളിൽ പോയിട്ട് അത് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പണി. ഞാൻ ബില്ലെടുത്തു. ഇനിയിപ്പോൾ എൻ്റെ ഓഫീസിലേക്ക് കയറണം. അങ്ങോട്ടുള്ള സ്റ്റെപ്പുകൾ, പടവുകൾ, ഈ പടവുകൾ കയറിയിട്ട് വേണം എനിക്ക് ഇനി മുകളിലേക്ക് കയറാം. മുകളിൽ ചെന്നിട്ട് ഇന്ന് അത്യാവശ്യം കുറച്ച് പരിപാടികളുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് വർക്ക് തീർക്കാനുണ്ട്, റിട്ടേൺസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ഞാൻ ഓഫീസിലേക്ക് കയറട്ടെ. ഇരുട്ടാണ്. ഓഫീസിലേക്ക് കയറിയാൽ പിന്നെ പ്ലസൻ്റ് ആ ഫുള്ള് കണ്ട, ഫുള്ള് വൈറ്റാണ്. കുറച്ച് ബ്ലാക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാനിപ്പോൾ പണി തുടങ്ങട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഉച്ച 1 മണിയായി, ലഞ്ചിനുള്ള ടൈമായി. ഞങ്ങൾ ലഞ്ചിന് ഇറങ്ങി. സാധാരണ ഞാൻ ഉച്ചക്ക് വീട്ടിൽ പോയാൽ കഴിക്കാറ്, അടുത്ത വീടായോണ്ടിട്ട്. പക്ഷേ ഇന്നിപ്പോൾ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ തീർക്കാനുള്ളതുകൊണ്ടിട്ട് ഇവിടെ അടുത്ത് അവന്മാരുണ്ടല്ലോ, ലോല ഫ്രണ്ടിൽ പോകണവന്മാർ, അവന്മാർ ഇവിടെ അടുത്തുള്ളൊരു കഞ്ഞിക്കട ഉണ്ട്, കഞ്ഞി കുടിക്കാൻ പോണ കട. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോകണ അവിടെ തന്നെയാണ്. പക്ഷേ ഇതുവരെ ഞാൻ അവിടെ കഞ്ഞി കുടിച്ചില്ല. അപ്പോൾ ഇവന്മാർ പറഞ്ഞ് അടിപൊളി കഞ്ഞിയും കറിയൊക്കെയാണെന്ന് പറഞ്ഞു. കഞ്ഞി കറി അതുകൊണ്ട് അവിടെ പോയി ഇന്ന് കഞ്ഞി കുടിക്കാമെന്ന് വെച്ച്. അത് എക്സ്പീരിയൻസ് അല്ല, പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ. കഞ്ഞിക്കടയിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. കഞ്ഞിയെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവന്മാർ ഫ്രണ്ടിൽ നടന്നു പോയി. ഇപ്പോൾ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കടയിലേക്ക് ഒന്ന് കയറാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുക. നല്ല കഞ്ഞിയായിരുന്നു കേട്ടോ. ഫുഡ് സെറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് കുത്തരിക്കഞ്ഞി, പിന്നെ നല്ല പരിപ്പ്. ഞാൻ വീഡിയോ കണ്ടല്ലോ, അത് തന്നെ നല്ല സെറ്റാണ്. നല്ല വിശപ്പൊക്കെ സെറ്റായിട്ട് മാറും. അപ്പോൾ ഇന്നത്തെ കഞ്ഞിപ്പരിപാടി കഴിഞ്ഞു. ഉച്ചക്കത്തെ ലഞ്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ വൈകിട്ട് ചായ കുടിക്കാൻ പോകണം. ഇനിയിപ്പോൾ നേരെ ഓഫീസിൽ ചെല്ലുക, പണിയെടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇത്ര നേരം കണ്ട വിഷ്വൽസാണ് എൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. ഇന്നിപ്പോൾ വർക്ക് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. 7 മണി കഴിഞ്ഞു. എൻ്റെ ഓഫീസ് ടൈം കഴിഞ്ഞു. നൈസായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെ ചായ കുടിക്കാൻ പോയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സെയിം ലൊക്കേഷൻ, സെയിം പ്ലേസ്, വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. അതേ സ്ഥലത്ത് തന്നെ പോയി ചായ കുടിക്കുന്നു. അതുകൊണ്ട് പിന്നെ അത് എടുക്കണമെന്ന് വെച്ചു. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. ഇന്നിപ്പോൾ ഒരു പരിപാടിയും കൂടി ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഒരു റീല് ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. കുറച്ച് സാങ്കേതിക തകരാറ് മൂലം മിക്കവാറും നാളത്തേക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ട്. നാളെ നടക്കുമായിരിക്കും. ഇന്നിപ്പോൾ ഇത്രയൊക്കെ ഉള്ള പരിപാടി. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.